അന്ന് രാവിലെ മിഥുനെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് മിഥുന്റെ പിതാവായിരുന്നു. സാധാരണ കുട്ടി ബസ് കയറിയും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പമൊക്കെയാണ് വരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം മിഥുന്റെ ഏറ്റവും വലിയ ആവശ്യം അന്ന് നേരത്തെ വിളിക്കാൻ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ ഈ സ്കൂളിലേക്ക് മിഥുൻ വരുന്നത്. പക്ഷേ തിരികെ വിളിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മകന്റെ ചേതനയറ്റ ശരീരം ഏതാണ്ട് 11 മണിയോടുകൂടി ആശുപത്രിയിലെത്തി കാണാനാണ് ആ പിതാവിന് കഴിഞ്ഞത്. എന്തായാലും ഈ മൃതദേഹം ഈ സ്കൂളിലേക്ക് എത്തും. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. സ്കൗട്ടിന്റെ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും മറ്റ് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഈ സ്കൂളിലേക്ക് എത്തി മിഥുന് അർഹിക്കുന്ന യാത്രയയപ്പ് നൽകും. സർക്കാരിന്റെ പ്രതിനിധികളായി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. അത്യധികം സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ സ്കൂളും പരിസരവും ഉള്ളത്. സേതുലക്ഷ്മി, അവിടെ എനിക്ക് ഷമീറിൻ്റെ ഫ്രെയിമിൽ കാണാം, അവിടെ തൊട്ടുപുറകിൽ ഈ മിഥുൻ്റെ മൃതദേഹം അത് എത്തുമ്പോൾ പൊതുദർശനത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഹോള് കാണാം. അവിടേക്ക് ആളുകളുമൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും നേതാക്കളോ അങ്ങനെ MLA അടക്കമുള്ളവരൊക്കെ സ്കൂളിലെ പൊതുദർശനത്തിനായി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ടോ ഷമീർ? തീർച്ചയായിട്ടും മൃതദേഹം എത്തുമ്പോൾ സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ള ആളുകൾ എത്തും. ഈ കുട്ടിയുടെ വീട്ടിലേക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഏതാണ്ട് 11:30 എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇതുമായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. മറ്റ് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിന്റെ മാനേജ്മെന്റ് പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മിഥുന്റെ സുഹൃത്തുക്കളായ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും നേരത്തെ വന്നിരുന്നത് ഈ മിഥുന്റെ മൃതദേഹം അത് 10 മണിയോടുകൂടി സ്കൂളിലേക്ക് എത്തിക്കുകയും 1 മണിക്കൂർ പിന്നീട് അവിടെ പൊതുദർശനം ഉണ്ടാകും എന്നുമായിരുന്നു. ഇപ്പോൾ കുറച്ചു മുൻപ് അധ്യാപകൻ പറയുന്ന അനുസരിച്ച് 11 മണി മുതലാണോ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്? അതായത് സേതുലക്ഷ്മി, അതിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അതായത് മാതാവിന്റെ യാത്ര ഇവിടെ എത്തുന്ന അനുസരിച്ച് അത് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് 11 മണിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ യാത്ര ഏതാണ്ട് ഒരു 3 മണിക്കൂറെങ്കിലും കൊല്ലത്തേക്ക് എടുക്കും. പോലീസ് സൗകര്യം ഒരുക്കിയാൽ പോലും 3 മണിക്കൂർ എടുക്കും. ആ സമയം ക്രമീകരിച്ച് ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകാനും അവരുടെ വീട്ടിലേക്ക്, വിളന്തരയിലെ വീട്ടിലേക്ക് എത്തിക്കാനുമുള്ളൊരു സമയം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 11 മണി എന്ന സമയത്തിലേക്ക് അത് മാറ്റിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ 10:30 ഇവിടെ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. സേതുലക്ഷ്മി.